ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാധാരണയായി സംസാരത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്ന് വെച്ചാൽ ഫ്രേസസ്, വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലെ ഒന്നാമത്തെ ഫ്രേസാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം, മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഒട്ടുമിക്ക സമയം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക സമയത്തും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഐ ആം ബിസി മോസ്റ്റ് ഓഫ് ദ ടൈം. ഐ ആം ബിസി മോസ്റ്റ് ഓഫ് ദ ടൈം. ഞാൻ ഒട്ടുമിക്ക സമയത്തും എന്താണ്, ബിസിയാണ്. അല്ലെങ്കിൽ മൈ ഫാദർ ഈസ് വെരി ബിസി മോസ്റ്റ് ഓഫ് ദ ടൈം. എൻ്റെ ഫാദർ വളരെ ബിസിയാണ്. എപ്പോൾ? ഒട്ടുമിക്ക സമയം. ഒട്ടുമിക്ക സമയത്തും എൻ്റെ ഫാദർ വളരെ ബിസിയാണെന്നായി. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് നോക്കാം. അതാണ് ആസ് ഫാർ ആസ് ഐ നോ. ആസ് ഫാർ ആസ് ഐ നോ, ആസ് ഫാർ ആസ് ഐ നോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നിടത്തോളം. ആസ് ഫാർ ആസ് ഐ നോ, എനിക്ക് അറിയാവുന്നിടത്തോളം. നമ്മൾ പറയാറില്ലേ, എനിക്ക് അറിയാവുന്നിടത്തോളം അദ്ദേഹം ഒരു നല്ലൊരു ഡോക്ടറാണ്, പറയാറില്ലേ. എനിക്ക് അറിയാവുന്നിടത്തോളം അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ ഗുഡ് ഡോക്ടർ. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ ഗുഡ് ഡോക്ടർ. ഫൈൻ. ഇനി അടുത്താണ് തേർഡ് വൺ. അതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തോടെ എന്നാണ്. സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഞാനൊരു ഉദാഹരണം പറയാം. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഫാദർ. എൻ്റെ ഫാദറിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ആക്കിയത്. ക്ലിയർ? അല്ലെങ്കിൽ പറയാം, ഐ വെന്റ് ദെയർ. ഞാൻ അവിടെ പോയി. ഐ വെന്റ് ദെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെ പോയി. അങ്ങനെ നമുക്ക് പല സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇനി അടുത്താണ് ആസ് ഏർലി ആസ് പോസിബിൾ. ആസ് ഏർലി ആസ് പോസിബിൾ, കഴിയുന്നത്ര നേരത്തെ. കഴിയുന്നത്ര നേരത്തെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫോൺ വിളിക്കുന്നു എന്നിട്ട് നിങ്ങളോട് പറയാണ്, ഹലോ, കം ഹിയർ ആസ് ഏർലി ആസ് പോസിബിൾ. കം ഹിയർ ആസ് ഏർലി ആസ് പോസിബിൾ. കഴിയുന്നത്ര നേരത്തെ നീ ഇവിടെ വാ എന്നായി. ക്ലിയർ? ഞാൻ പറയുന്നു, ഡു ഇറ്റ്. ഡു ഇറ്റ്, ഇത് ചെയ്യൂ. ഡു ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. ഡു ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. കഴിയുന്നത്ര നേരത്തെ ഇത് ചെയ്യുന്നായി. ഇനി അടുത്താണ് മേക്ക് ടൈം ഫോർ. മേക്ക് ടൈം ഫോർ. മേക്ക് ടൈം ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കണ്ടെത്തുക എന്നാണ്. സമയം കണ്ടെത്തുക. മേക്ക് ടൈം ഫോർ. ഞാൻ പറയാണ്, ഞാൻ ഒരാളെ ഉപദേശിക്കണം. എടാ, നിനക്ക് നിൻ്റെ ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നിൻ്റെ ഫാമിലിക്ക് വേണ്ടി നീ സമയം കണ്ടെത്തണം. യു ഷുഡ് മേക്ക് ടൈം ഫോർ. യു ഷുഡ് മേക്ക് ടൈം ഫോർ യുവർ ഫാമിലി. യു ഷുഡ് മേക്ക് ടൈം ഫോർ യുവർ സ്റ്റഡി. നിൻ്റെ പഠിത്തത്തിന് വേണ്ടി നീ ടൈം കണ്ടെത്തണം. ഓക്കെ. ഇനി അടുത്താണ് ഫോർ ദ സേക്ക് ഓഫ്. ഫോർ ദ സേക്ക് ഓഫ്. ഫോർ ദ സേക്ക് ഓഫ്. ഫോർ ദ സേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മക്കായി അല്ലെങ്കിൽ നന്മക്ക് വേണ്ടി. ഞാനൊരു ഉദാഹരണം പറയാം. ഐ ഡിഡ് ഇറ്റ്. ഐ ഡിഡ് ഇറ്റ്. ഞാനിത് ചെയ്തു. ഫോർ ദ സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ. ഐ ഡിഡ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ. ഞാൻ എൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നന്മക്കായി ഇത് ചെയ്തു എന്നായി, അല്ലേ. ഐ ഡിഡ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാട അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസം. ഇപ്പം ഞാൻ പറയാണ്, ഐ ഗോ ഫോർ എ വാക്ക്. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി അതർ ഡേ എന്ന് വെച്ചാൽ ഒന്നരാട ഞാൻ നടക്കാൻ വേണ്ടി പോകാറുണ്ട്. ഒന്നരാട ഞാൻ നടക്കാൻ വേണ്ടി പോകാറുണ്ട് എന്നായി. ഓക്കെ. അല്ലാതെ നമുക്കിങ്ങനെ പറയാം, ഹീ കംസ് ടു മൈ ഹോം. ഹീ കംസ് ടു മൈ ഹോം എവ്രി അതർ ഡേ. ഒന്നരാട അവൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട് എന്നായി. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ഫ്രേസ് ആണ് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം തന്നെ. ആദ്യത്തെ ദിവസം തന്നെ. ഞാൻ ഉദാഹരണം പറയാം. ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. എന്താണ്? ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം തന്നെ അവൻ മിസ്റ്റേക്ക് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു എന്നായി. ഓക്കെ. ഇനി നമുക്ക്
അടുത്ത ഫ്രേസ് നോക്കാം. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. എൻ്റെ കാഴ്ചപ്പാടിൽ, നമ്മളല്ലേ എൻ്റെ കാഴ്ചപ്പാടിൽ ആ ടോപ്പിക്ക് നല്ലതല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. എൻ്റെ കാഴ്ചപ്പാടിൽ ദാറ്റ് ടോപ്പിക് ഈസ് നോട്ട് ഗുഡ്. ദാറ്റ് ടോപ്പിക് ഈസ് നോട്ട് ഗുഡ്. ഇനി അടുത്താണ് മോർ ആൻഡ് മോർ. മോർ ആൻഡ് മോർ. മോർ ആൻഡ് മോർ. കൂടുതൽ 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 കൂടുതൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഐ ആം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഐ ആം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. എനിക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിതുപോലെ ഈ ഓരോ ഫ്രേസിനും ഒരു 1-2 സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.